രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മയുഗം ഫെബ്രുവരി 15-നാണ് തിയേറ്ററുകളിൽ എത്തിയത്. മമ്മൂട്ടി ഈ പേര് വളർന്ന വലിയൊരു ബ്രാൻഡായി മാറിയിട്ട് വർഷം 50 കഴിഞ്ഞു. മറുനാടൻ സിനിമാസ്വാദകർക്ക് മുന്നിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച മമ്മൂട്ടി ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നും പുതിയ കഥാപാത്രങ്ങളോട് അടങ്ങാത്ത ആർത്തിയുള്ള അദ്ദേഹം ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരെ അമ്പരപ്പിച്ചത് ബ്രഹ്മയുഗം എന്ന സിനിമയിലൂടെയാണ്. ചിത്രം വിജയകരമായി പ്രദർശനം തുടരുന്നതിനിടെ മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങി പണം വാരിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട ലിസ്റ്റിൽ 6 മമ്മൂട്ടി ചിത്രങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം ഭീഷ്മപർവമാണ് ഒന്നാം സ്ഥാനത്ത്. 87.65 കോടിയാണ് ചിത്രീകരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം ഭീഷ്മപർവമാണ് ഒന്നാം സ്ഥാനത്ത്. 87.65 കോടിയാണ് ചിത്രം ആദ്യം നേടിയതെന്ന് IMDb റിപ്പോർട്ട് ചെയ്യുന്നു. 10 മാസമായി മമ്മൂട്ടി എത്തിയ ഈ ചിത്രത്തിൽ മൈക്കിൾ എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത്. രണ്ടാം സ്ഥാനത്ത് കണ്ണൂർ സ്ക്വാഡ്. റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത ചിത്രം 83.75 കോടിയാണ് ആദ്യം നേടിയ കളക്ഷൻ. മൂന്നാം സ്ഥാനത്ത് വൈശാഖിന്റെ സംവിധാനത്തിൽ എത്തിയ മധുരരാജാണ്. 50.25 കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. നാലാം സ്ഥാനത്ത് അബ്രഹാമിന്റെ സന്തതികൾ 40 കോടി. അഞ്ചാം സ്ഥാനത്ത് റോഷാക്ക് 39.1 കോടി. ആറാം സ്ഥാനത്ത് ഷൈലോക്ക് 39 കോടി ആണ്. എന്നാൽ ഈ ചിത്രത്തെ ഉൾപ്പെടെ ബ്രഹ്മയുഗം വൈകാതെ തന്നെ മറികടക്കും. ഇതുവരെ ബ്രഹ്മയുഗം നേടിയ കളക്ഷൻ 34 കോടിക്ക് മേലാണ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മയുഗം ഫെബ്രുവരി 15-നാണ് തിയേറ്ററുകളിൽ എത്തിയത്. മമ്മൂട്ടി നെഗറ്റീവ് റോളിൽ എത്തിയ ചിത്രത്തിൽ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിൽ എത്തിയത്.